ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഉഴുന്നുപരിപ്പ് ഉപയോഗിച്ചാണ്. 1 കപ്പ് ഉഴുന്നുപരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തുണിയിലേക്ക് ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴെ വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 10 മുതൽ 12 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ 1/2 കപ്പ് ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ആ ഒരു നെയ്യൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കപ്പ് വെളുത്ത എള്ളിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എള്ളൊന്ന് പൊട്ടി വരുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതി. അതും മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ച ഉഴുന്ന് പരിപ്പിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം പാനിലേക്ക് മധുരത്തിന് പാകത്തിന് 2 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അരിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പിൻ്റെ മിക്സും കൂടെ തന്നെ എള്ളും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം 10 മിനിറ്റോളം ഇപ്പോൾ ആയിട്ടുണ്ട്. നോക്കിയത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായി സ്ട്രക്ചറൊക്കെ ഇതുപോലെ ഹോൾഡ് ചെയ്യുന്ന പാകം വരെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒന്നിക്കിൽ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ചൂടൊക്കെ ആറാൻ വേണ്ടി പുറമേ വെക്കുക. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്കിതിന് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ചൂയി ആയിട്ടുള്ള കൺസിസ്റ്റൻസിലാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഉഴുന്നുപരിപ്പ് ഉപയോഗിച്ചുള്ള ബർഫിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയണേ.